മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും അറിയാതിരിക്കാൻ സാധ്യതയില്ല അമൃത നായർ എന്ന് പറഞ്ഞ നടിയെ. ഏഷ്യാനെറ്റിലെ ഹിറ്റ് പരമ്പരയായ കുടുംബവിളക്കിലെ ശീതൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അമൃത നായർ മിനി സ്ക്രീനിലേക്ക് ആദ്യമായി എത്തുന്നത്. സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം ഈ അടുത്തിടെയായിരുന്നു താരത്തിന് സഫലമായത്. ഒരുപാട് കഷ്ടപ്പെട്ടും വേദനകൾ അനുഭവിച്ചിട്ടുമാണ് ആ ഒരു വീട് പൂർണ്ണമാക്കാൻ കഴിഞ്ഞത്. സത്യം പറഞ്ഞാൽ ഏകദേശം 2 പ്രാവശ്യം പണി തുടങ്ങി പല കാരണങ്ങളാൽ നിർത്തിവെച്ചതാണ് ഈ വീട്. വീട് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് വരെ ഒടുവിലെത്തി. പക്ഷേ ഉള്ളിലെ അടങ്ങാത്ത മോഹത്താൽ വീണ്ടും പണി തുടങ്ങുക. പ്രതിസന്ധികൾ പലതും താണ്ടിയാണ് മനസ്സിനിണങ്ങിയതുപോലെ ഒരു വീട് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വീടിന് ആഗ്രഹം എന്ന പേര് പോലും അമൃത നൽകിയത്. ആഗ്രഹം എന്ന പേര് ഏറ്റവും വലിയ ചർച്ചയായിരുന്നു. ഇതിനെക്കുറിച്ച് അമൃതയോട് ചോദിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞത്. വാടക വീട്ടിൽ കഴിഞ്ഞതിന്റെ ബുദ്ധിമുട്ടുകൾ അത്രയധികം അനുഭവിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അമൃത നായർ. ഓരോ പ്രാവശ്യവും വാടക വീട്ടിലേക്ക് മാറുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ തന്നെ വല്ലാതെ വലച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുടുംബത്തിന്റെ മൊത്തം ചുമതലകൾ ഏറ്റെടുത്ത് ആ കുടുംബത്തിന്റെ നാഥയായി മാറിയ പെൺകുട്ടി കൂടിയാണ് അമൃത നായർ. ആ യാത്രയിലെ ആദ്യത്തെ വലിയ നേട്ടമാണ് ആഗ്രഹം എന്ന വീട്. അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും അനിയനുമൊപ്പം സ്വാതന്ത്ര്യത്തോടെ പാർക്കാൻ ഒരു ഇടം വേണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു തന്നെ ഈ വീട് നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചത്. ഏകദേശം 32 ലക്ഷം രൂപയാണ് വീടിന്റെ മൊത്ത ചെലവ്. 1200 സ്ക്വയർ ഫീറ്റിന്റെ വലിപ്പമാണ് ഈ വീടിനുള്ളത്. 28 വർഷത്തെ ആഗ്രഹമാണ്. സ്വന്തമായി വീടില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ധാരാളം നേരിട്ടിട്ടുണ്ട്. സിമ്പിൾ ലൈഫ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്നും ഇന്നത് നേടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് അമൃത നായർ തന്റെ വീടിനെ കുറിച്ച് ആദ്യമായി പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്.